മിക്ക പാരൻസും പറയുന്നതാണ് കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നില്ല, ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പാരൻസ് എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ പാരൻസ് സാധാരണയായിട്ട് പറയുന്ന കംപ്ലൈന്റ് ആണ് കുട്ടികൾ ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുട്ടികൾ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നില്ല എന്നുള്ളതൊക്കെ. അതിന് ആദ്യമായിട്ട് പാരൻസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഹോംവർക്ക് നല്ല ടഫായിട്ട് തോന്നിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് TV, സ്മാർട്ട് ഫോൺ, വീഡിയോ ഗെയിംസ് എന്നുള്ളതിന്റെ ഉപയോഗം വളരെ കൂടുതലായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഡെയിലി ഹോംവർക്ക് ചെയ്യാനൊരു റുട്ടീൻ ഇല്ലാത്തതിന്റെ പ്രശ്നം കൊണ്ടാവാം. അതുപോലെ തന്നെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അറ്റൻഷൻ ആൻഡ് ലേണിംഗ് ഡിഫിക്കൽട്ടിയും കോൺഫിഡൻസ് ഇല്ലായ്മയും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് പാരന്റ്സ് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ് കുട്ടികളെ അടിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുക, മറ്റു കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാ, അതുപോലെ ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ നിർബന്ധിപ്പിക്കുക, അതുപോലെ തന്നെ പാരന്റ്സ് തന്നെ ഹോംവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇത് മാറ്റിയെടുക്കാനായിട്ട് പാരന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഒരു ഡെയിലി റുട്ടീൻ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പോസിറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള സ്പേസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുക. സ്മോൾ ടൈം സ്മോൾ ടാസ്ക് എന്നുള്ള രീതിയിൽ ഹോംവർക്ക് ചെയ്യിക്കുക. അതായത് 10-15 മിനിറ്റ് ഹോംവർക്ക് ചെയ്യിച്ചതിന് ശേഷം 5-10 മിനിറ്റ് ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഹോംവർക്ക് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിവാർഡ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്, അപ്രിസിയേഷൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.